കാനലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. പെങ്ങളെ കേൾക്കണേ പൊന്നുമോള്, അല്ലാഹുവിന്റെ പരലോകത്ത് ചില പെണ്ണുങ്ങളെ കൊണ്ടുവരികയാണ്, ചില ആണുങ്ങളെ കൊണ്ടുവരികയാണ്. അവരുടെ നാമുണ്ടല്ലോ രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ്. പടച്ചവനെ രണ്ടായിട്ട് കീറിയിരിക്കുകയാ. അവരുടെ നാവ് രണ്ടായി കീറിയിരിക്കുകയാണ്. പേപ്പട്ടിയെ പോലെ തൂങ്ങിക്കിടക്കുകയാ. പേപ്പട്ടിയുടെ നാവ് കിടക്കുന്നത് പോലെ അവരുടെ വായിൽ നിന്ന് നാവിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. തീയാടോ വിധങ്ങളെ പറയുകയാ, നരകത്തിന്റെ തീയാലുള്ള രണ്ട് നാവുകള്. അതാ നാവിങ്ങനെ താഴ്ത്തികെട്ട് മുഖത്തുള്ള മാംസം മുഴുവനും കരിഞ്ഞുപോയി കൊഴുത്തു നാറിയവരെ പോലെ അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? സഹാബാ രണ്ട് മുഖമുള്ളവരാണ്. പടച്ചവനെ രണ്ട് മുഖമുള്ളവരെന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവമാണോ? പടച്ചവനെ ഇമാമിനെ കാണുമ്പോൾ ഇമാമിന്റെ കൂടെ കൂടുകയാ. ഉസ്താദേ നിങ്ങൾ നല്ലവനാ, നിങ്ങൾ അങ്ങനാ, നിങ്ങൾ വന്നതിന് ശേഷമാണ് പള്ളിയായത്, ഇപ്പോഴാണ് പള്ളിയായത്, നിങ്ങളെ പോലെ ഒരു ഇമാമിനെ കിട്ടിയല്ലോ. ഇമാമിന്റെ കൂടെ കൂടുകയാണ്. ഇമാമ് സലാം പറഞ്ഞു പിരിയുമ്പോ അതാ അടുത്തവന്റെ കൂടെ കൂടിയിട്ട് ഈ പള്ളിയിലാകാനുള്ള കാരണം ഇദ്ദേഹമാണ്. രണ്ട് മുഖമുള്ളവർ അവിടെയും കൂടും ഇവിടെയും കൂടും. പരസ്പരം തമ്മിലടിപ്പിക്കുന്നവർ, ഏസണി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ, എല്ലാ കഥകൾ പറയുന്നവർ. പടച്ചവനെ നാളെ പരലോകത്ത് അല്ലാഹു നാണം കെടുത്തിക്കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആരാവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഏസരി പറയുന്നവർ, പരദൂഷണം പറയുന്നവർ അവിടെയും ഇവിടെയും കൂടും. അവിടെ കൂടുമ്പോ അവന്റെ കൂടെ, ഇവിടെ കൂടുമ്പോ ഇവന്റെ കൂടെ, പരസ്പരം രണ്ടുപേരെയും തമ്മിലടിപ്പിച്ചിട്ട് കണ്ടി രസിക്കുന്നവർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, ഒരു വാർത്ത പത്രത്തിലെങ്കിലും കൊടുക്കണ്ട, പത്രത്തിലൊന്നും കൊടുക്കണ്ട. ഒരു ചങ്ങാതിയുടെ നാവിൽ അവന്റെ ചെവിയിൽ എത്തിച്ചാൽ മതി. ചില നാടുകളിൽ ചില ആൾക്കാരുണ്ട്, ഒരു വാർത്ത അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട് മുഴുവനും അറിഞ്ഞേക്കും. അവരങ്ങനെ ബൈക്ക് കൊടുത്തിട്ട് ഒറ്റ പോക്ക കത്തിച്ചോണ്ട് പോകും, ലങ്ക കത്തിക്കണം വരെ. നാട് മുഴുവനും അറിയും. അത് ആണാകട്ടെ പെണ്ണാകട്ടെ. അങ്ങനെ എന്തിനാ ഈ അസർ നിസ്കാരം കഴിഞ്ഞ പള്ളിയുടെ മുമ്പിൽ ഒരു കൗമിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ദിക്റ് പറയാനൊന്നുമല്ല, അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. പടച്ചവനെ അല്ലാഹു അലം, എന്നാ പറച്ചിലാന്നറിയോ? അല്ലാഹു അലം, പടച്ചവൻ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ചില ഇങ്ങനെ ഈ പെണ്ണുങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞ് 4 പെണ്ണുങ്ങൾ കൂടിയ അല്ലാഹുവേ, ഇതല്ലേ ഇപ്പൊ ഈ ജോലിക്കൊക്കെ പോണ പെണ്ണുങ്ങളില്ലേ, ഒരുമിച്ച് കഴിഞ്ഞ എന്താ ചർച്ചകൾ, എന്തൊക്കെ ചർച്ചകളാടോ, എന്തിനാടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക? എന്തിനാ ഈ രണ്ട് മുഖം കാണിക്കുക? എടാ, രണ്ടുപേരെ കൂടപ്പുറപ്പുകളെ തമ്മിലടിപ്പിക്കുന്നവരില്ലേ, ഭാര്യയും എടാ ചങ്ങാതി, കള്ളം പറയാൻ പറ്റുന്ന ചില സമയങ്ങളുണ്ടോ? ചില സമയങ്ങളിൽ കള്ളം പറയൽ അനുവദനീയമാണ്. കള്ളം തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല. കള്ളം പറയാൻ പറ്റുന്ന ഒരു സമയം എങ്ങനെ? ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങി, അപ്പൊ ചെന്നിട്ട് പറയടാ ചങ്ങാതി, നിന്റെ ഭാര്യ അവളുടെ വീട്ടിലാണെങ്കിൽ എപ്പോഴും നിന്നെ കുറിച്ചാ പറയണേ. അവർ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കൂട്ടുകാർ, രണ്ട് ഭാര്യയും ഭർത്താക്ക്, കൂടപ്പുറപ്പുകൾ, ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതിന് വേണ്ടി ചില കള്ളമൊക്കെ പറയാന്നാ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് രണ്ടിനെയും രണ്ട് തട്ടാക്കാനാ എല്ലാരും നോക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാട്സപ്പിന്റെ കാലമാണല്ലോ. കാള പറ്റൂ എന്ന് കേട്ടാ മതി 5 ഗ്രൂപ്പിൽ ഇട്ടിട്ടാ ചിന്തിക്കുന്നത് കാള പ്രസവിക്കത്തില്ലല്ലോ എന്ന്. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനം, ഒരു 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഇപ്പൊ പിന്നെ ഫാമിലി ഗ്രൂപ്പാണല്ലോ. പടച്ചവനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബദർ യുദ്ധം നടത്തുന്നവരുണ്ട്. ഈ ഗ്രൂപ്പുകൾ കൊണ്ടാണ് പലരും പഴച്ചുപോയത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തിനും ഗ്രൂപ്പാ. ഉംറയ്ക്ക് പോയിട്ട് വന്ന ഗ്രൂപ്പ്, ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്തിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സ്കൂളിലെ ഗ്രൂപ്പ്. ഇപ്പൊ എല്ലാത്തിനും സ്കൂളിലെ ഗ്രൂപ്പാണല്ലോ. അൽഹംദുലില്ലാഹ്, നല്ല പുരോഗതി ഉണ്ട് കേട്ടാ. പണ്ട് നല്ല പുരോഗതിയാ. ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക്, പണ്ട് നമുക്ക് ആണുങ്ങൾക്ക് മാത്രം, ചെറുപ്പക്കാർക്കൊക്കെ സ്കൂളിൽ പഠിക്കണ മക്കൾക്ക് ഗ്രൂപ്പ്. ഇപ്പൊ ഉമ്മായ്ക്കും ഗ്രൂപ്പാ. എപ്പോ? 1990 ഗ്രൂപ്പ്. 1990 70 വാപ്പായും ഉമ്മായും 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്തെ ഫ്രണ്ട്സുകൾ മുഴുവൻ ഇപ്പൊ ഗ്രൂപ്പ്. ഒരു പ്രയോജനമുണ്ട്. കുറെ എണ്ണ പൊളിച്ചോടുന്നുണ്ട്. അള്ളാഹു നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. അല്ല, ഞാനിപ്പോ എന്ത് പറയാനാ?
എടാ ഇന്ന് ഒളിച്ചോടുവല്ലേ 2768 കണ്ട ഒളിച്ചോടിയത്. +1 +2 പഠിക്കുന്ന മക്കളല്ല, ഉപ്പാപ്പായും ഉമ്മാമായും ഒളിച്ചോട് ഓടട്ടെ, എവിടെ പോവാനാ, പോയി ജീവിക്കട്ടെ അവര്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.